കാസർഗോഡ് മട്ടലായി ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ കണ്ടിരിക്കുന്നു. നേരത്തെ വിള്ളലുണ്ടായ സ്ഥലത്ത് വീണ്ടും വിള്ളൽ രൂപപ്പെട്ടിരിക്കുകയാണ്. 20 മീറ്ററിലധികം നീളത്തിലാണ് വിള്ളലുള്ളത്. നിർമ്മാണത്തിലെ പാകപ്പഴി എന്ന നാട്ടുകാർ പ്രതികരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി. അരുൺ, റോഡിലെ വിള്ളൽ കാണാം. ചിലയിടത്തത് നല്ല വലിയ വിള്ളൽ തന്നെയാണ്, അപകട സാധ്യതയുള്ളതുമാണ്. എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? നാട്ടുകാരെന്ത് പറയുന്നു? സ്മൃതി, കഴിഞ്ഞ ഞായറാഴ്ചയാണ് ശക്തമായ മഴയെ തുടർന്ന് ദേശീയപാതയിൽ ഈ മട്ടലായിൽ വിള്ളൽ രൂപപ്പെട്ടത്. അന്ന് 50 മീറ്ററിലധികം നീളത്തിൽ വിള്ളലുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ ഈ വിള്ളലുണ്ടായ ഭാഗത്തു മാത്രം റീടാറിംഗ് നടത്തുകയാണ് ചെയ്തത്. എന്നാൽ ഇന്നലെ പെയ്ത മഴയിൽ വീണ്ടും അതേ സ്ഥലത്ത് തന്നെ വിള്ളൽ രൂപപ്പെട്ട കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. 20 മീറ്ററിലധികം നീളത്തിലാണ് റീടാറിംഗ് 20 മീറ്റർ നീളത്തിലാണ് ഇപ്പോൾ വിള്ളൽ രൂപപ്പെട്ടിട്ടുള്ളത്. നേരത്തെ തന്നെ നാട്ടുകാർ പറഞ്ഞത് അവിടെ ഈ നിർമ്മാണത്തിൽ അപാകതയുണ്ട്. വലിയ തോതിൽ ഈ മണ്ണിട്ട് ഉയർത്തിയാണ് അവിടെ ടാറിംഗ് നടത്തിയത്. അത് ശാസ്ത്രീയമായല്ല അതിന്റെ നിർമ്മാണം നടന്നത് എന്ന ആക്ഷേപവും പരാതിയൊക്കെ നാട്ടുകാർ ഉയർത്തിയിരുന്നു. പിന്നീട് ജില്ലാ കളക്ടർ അവിടെ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി കാഞ്ഞങ്ങാട് RDOക്ക് നിർദ്ദേശം നൽകിയതാണ്. അവിടെ പരിശോധന നടത്തിയതിനെ തുടർന്ന് കാഞ്ഞങ്ങാട് RDO കണ്ടെത്തിയത് നിർമ്മാണത്തിൽ അപാകതയുണ്ട്, വീഴ്ചയുണ്ട് എന്നതാണ്. അത്തരത്തിൽ നാട്ടുകാർ പറഞ്ഞ കാര്യം ശരിയാണെന്ന് ആ റിപ്പോർട്ടിൽ തന്നെ അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും അതേ സ്ഥലത്ത് തന്നെ വിള്ളൽ രൂപപ്പെട്ടിരിക്കുകയാണ്. ഈ നിർമ്മാണത്തിൽ അപാകത എന്ന കാര്യം അത് സാധൂകരിക്കപ്പെടുകയാണ്. എന്തായാലും കൂടുതൽ പ്രതിഷേധമുണ്ടാവും എന്നതാണ് നാട്ടുകാർ പറയുന്നത്. കൃത്യമായി അവിടുത്തെ അപകടാവസ്ഥ, പ്രശ്നം പരിഹരിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ റോട്ടിൽ മാത്രമല്ല, അതിന്റെ പാർശ്വഭിത്തി, അതിന്റെ സുരക്ഷാ ഭിത്തിയിലും കഴിഞ്ഞ ദിവസം വിള്ളൽ കണ്ടെത്തിയിരുന്നു. ആ വിള്ളലുള്ള ഭാഗം ഷീറ്റിട്ട് നിർമ്മാണ കമ്പനി, മേഗാ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഈ റീച്ചിൽ നിർമ്മാണം നടത്തുന്നത്. അങ്ങനെ ഷീറ്റിട്ട് മറക്കാനുള്ള ശ്രമം നാട്ടുകാർ തടയുകയും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്തായാലും നിർമ്മാണത്തിൽ അപാകതയുണ്ട് എന്ന് വ്യക്തമാകുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. വീണ്ടും അവിടെ വിള്ളൽ രൂപപ്പെട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതെങ്ങനെ ആ പ്രശ്നം പരിഹരിക്കും, ശാസ്ത്രീയമായി ഇനിയിപ്പോൾ വലിയ മഴക്കാലമാണ് വരാൻ പോകുന്നത്, എങ്ങനെ പരിഹരിക്കുമെന്നാണ് അറിയേണ്ടത്. നാട്ടുകാരെന്തായാലും പ്രതിഷേധം ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അരുൺ പൂപ്പറമ്പിയാണ് വിവരങ്ങൾ നൽകിയത്.